ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കണ്ടാലോ? ഇത് സാറ്റർഡേ ഈവനിംഗ് ആണ്. ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ്. വളരെ ടയേർഡായിട്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നത്. വന്നു കഴിഞ്ഞ് സെറ്റിയിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കും. 5 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു കോഫി കൊണ്ടുവന്ന ഒരു ബോട്ടിലാണിത്, ഫ്ലാസ്ക് ടൈപ്പിൽ. അതിനകത്ത് ഞാൻ കോഫി ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ കുടിച്ചു. അതിനുശേഷം ഞാൻ ഒന്ന് ഫ്രഷായി കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ തേക്കുകയാണ്. കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാറുണ്ട്. മോയ്സ്ചറൈസറും ലിപ് ബാമും യൂസ് ചെയ്യാറുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റും ചെയ്യണേ. കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ചോറ് കഴിക്കുകയാണ്. ഞാൻ വന്നപ്പോഴേ ഞാൻ ചോറും കഴിക്കും. പിന്നെ എനിക്ക് രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടികളുടെ സ്റ്റഡി ഏരിയ ഞാൻ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. മോനും ഉണ്ട് ഹെൽപ്പിനിന്ന്. വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് അവർ ഒരുവിധം അതൊക്കെ അലമ്പാക്കി ഇടും. എന്തായാലും വീക്കെൻഡിൽ ഞാൻ അവരെയും കൂടെ കൂട്ടിയിട്ട് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇടും. എല്ലാ വീക്കെൻഡിലും അവരുടെ സ്റ്റഡി ഏരിയ ഒന്ന് ഞാനൊന്ന് റെഡിയാക്കിയിടും. പിന്നെ എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ട്. ഞാൻ പെട്ടെന്ന് തുണിയൊക്കെ മടക്കി വെക്കുകയാണ്. എല്ലാ ആഴ്ചയിലേക്കുള്ള തുണി ഞാൻ വീക്കെൻഡിൽ തന്നെ മടക്കി എല്ലാം സെറ്റാക്കി വെക്കും. അപ്പോഴെനിക്ക് രാവിലെയുള്ള ഒരു ഹറിബറി അങ്ങ് മാറിക്കിട്ടും. ജോലിക്ക് പോകുന്നവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സ്, ടോപ്പാണെങ്കിൽ ടോപ്പ്, ഷോള്, ദുപ്പട്ട എല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ രാവിലെ പാടില്ല. പിന്നെ ഈ കാണുന്നതെന്ന് വെച്ചാൽ കൊഞ്ച് കറി വെച്ച പാത്രമാണ്. ഈ ചട്ടിയിൽ ഞാൻ കുറച്ച് ചോറൊക്കെ ഇട്ട് കഴിക്കുകയാണ്. അതൊരു അടിപൊളി ടേസ്റ്റുമായിരുന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസത്തെയാണ് കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. സാറ്റർഡേ ഈവനിങ് ടു നൈറ്റും പിന്നെ സൺഡേയിൽ കുറച്ച് വീഡിയോസും കൂടാണ്, കുറച്ച് കാര്യങ്ങളും കൂടാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കുറച്ചെന്ന് വെച്ചാൽ കുറച്ച് മണി പ്ലാന്റ്സും പിന്നെ ഒരു സ്നേക്ക് പ്ലാന്റും ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് പുറത്തോട്ടൊന്നും ഇറക്കുന്നില്ല, മഴയൊക്കെ കാരണം. ഇന്നിപ്പം വെയിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കഴുകി വെയിലത്തോട്ട് വെച്ച്. കുറച്ച് മണി പ്ലാന്റ് അകത്ത് കുപ്പിയിലുണ്ടായിരുന്നു, അതും എടുത്ത് വെച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് ടൈം ആയപ്പോഴത്തേക്ക് കുറച്ച് മീൻ വറക്കാൻ ഉണ്ടായിരുന്നു, ചാള. അതൊക്കെ വറുത്തു. കഴിക്കുന്നതിന് മുന്നേ ചൂടോടെ വറുത്ത് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ അതൊക്കെ വറുത്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു. എല്ലാ സൺഡേയിലുള്ള ഒരു കാര്യമാണ് ഈ തുണി മടക്കുന്നതും തുണി കഴുകുന്നതും ഒക്കെ. നമുക്ക് വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിനൊന്നും രാവിലെയും വൈകിട്ടും ഒന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ തുണിയെല്ലാം കഴുകിയതെല്ലാം വിരിച്ചിട്ടു. അതിനുശേഷം ചോറ് കഴിക്കാമെന്ന് കരുതി. ചോറ് കഴിക്കാനായിട്ട് ചോറെല്ലാം എടുത്ത് ടേബിളിൽ വെച്ചു. സാമ്പാർ, ചാളയാണെന്ന് വാങ്ങിച്ചത്, ചാളക്കറി, പിന്നെ പയറ് മെഴുക്കുവരട്ടി, പിന്നെ രസം, അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു, ചാള വറുത്തതുണ്ടായിരുന്നു. അതുമെല്ലാം എടുത്ത് വെച്ചു. എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ കഴിക്കാനായിട്ടിരുന്നു. ഞാൻ ചാള കഴിക്കത്തില്ല, ഇത് മീൻമുട്ട തോരനാണ്. അത് കൂട്ടിയാണ്, അതും പയറും കൂട്ടിയാണ് ഞാൻ ചോറ് കഴിച്ചത്. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാൻ നിന്നിട്ട് കാര്യമില്ല സൺഡേയ്സിലൊക്കെ. പിന്നെ കിച്ചണാണെങ്കിൽ ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടു. ഗ്യാസ് അടുപ്പൊക്കെ ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് സൺഡേയ്സിലാണ്. അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ടത്. ചൊരയ്ക്ക വീട്ടിലുണ്ടായിട്ടുള്ളതായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. എനിക്കിങ്ങനെ കൃഷിയും അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ നോക്കി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.